എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു സാമ്പാർ പൗഡറാണ്. വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ചേരുവകളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ 1/2 കപ്പ് കൊത്തമല്ലി അത് കഴുകി ഉണക്കിയെടുത്തതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. ഒരു 20 ഉണക്കമുളക്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷമാണ് നമ്മളൊരു 1/4 കപ്പ് ഉഴുന്നും പരിപ്പ് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് കടലപ്പരിപ്പ്. നമ്മൾ പരിപ്പോടക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടലപ്പരിപ്പുണ്ടല്ലോ, അതാണ് കേട്ടോ. അതും 1/4 കപ്പ് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മട്ട റൈസാണ്, ചോറ് വയ്ക്കുന്ന മട്ട റൈസ്, അതും 1/4 കപ്പ്. അപ്പോൾ ഇത് മൂന്നും 1/4 കപ്പാണ് കേട്ടോ. ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും മട്ട റൈസ് ഇത് മൂന്നും 1/4 കപ്പാണ് കേട്ടോ നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവ. അത് കൂടിപ്പോവരുത് കേട്ടോ. ഉലുവയുടെ അളവ് കൂടിപ്പോയാൽ സാമ്പാറിൻ്റെ പൊടിക്കൊക്കെ ഇച്ചിരി കയ്പ്പ് കൂടും. അപ്പോൾ അതുകൊണ്ട് ഒരു ടീസ്പൂണ് നല്ല ജീരകം അതുകൂടി ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്താൽ നല്ല ഒരു മണവും ടേസ്റ്റൊക്കെയാണ് കേട്ടോ സാമ്പാർ പൊടിക്കും സാമ്പാർ ഉണ്ടാക്കുമ്പോഴും. ഇനി 2 തണ്ട് കറിവേപ്പില. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ടിഷ്യൂ പേപ്പറിലൊന്ന് തുടച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് എടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചെറിയ സ്ലിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ അരിയും നമ്മുടെ ഉഴുന്നും മല്ലിയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ മല്ലി പിടിക്കുമ്പോൾ തന്നെ അറിയാം പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മതി. നമുക്കിത് ഇനി ഓഫാക്കിയിട്ട് കൊടുക്കാം. ഇനി അതേ ചൂടിൽ തന്നെ നമുക്ക് കായപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കട്ടക്കായമാണ് ചേർക്കണമെങ്കിൽ അതൊന്ന് വറുത്തിട്ട് പൊടി ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതേ ചൂടിൽ തന്നെ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചിലരൊക്കെ മല്ലിയും മുളകും ഒക്കെ വേറെ തന്നെ വറുത്താണ് എടുക്കുന്നത്. എല്ലാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാം ഒരുമിച്ച് നമുക്ക് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. നന്നായിട്ട് തന്നെ വറുത്ത് തന്നെ വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മിക്സിയിലേക്ക്. അപ്പോൾ അത് കാണിക്കാൻ പറ്റിയിട്ടില്ല വീഡിയോയിലും. അപ്പോൾ അതുകൂടി ചേർത്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. കണ്ടോ നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുത്ത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ബൗളിൽ ചെറിയ ചൂടൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ പൊടിക്കും ചൂടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ആറിയതിന് ശേഷമാണ് നമ്മളൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 മാസത്തേക്ക് നമുക്ക് ഈ പൗഡർ ഇരിക്കും കേട്ടോ. നല്ല മണവും ഗുണവും ഒക്കെ ഉള്ള ഒരു സാമ്പാർ പൊടിയാണ്. അപ്പോൾ നല്ല ഒരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.